ഇപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്ത് ഡേഞ്ചറസ് ആയിട്ട് വെക്കൊണ്ടിരിക്കുന്നതാണ് പിള്ളേരുടെ ആ ഒരു സ്വഭാവം, ചീത്ത വിളി. അത് ആരും മനസ്സിലാക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത് പിള്ളേര് നോർമലി റിയലൈസ് ചെയ്ത് ഈവൻ 4ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ വരെ സ്കൂളിൽ ക്ലാസ് മുറിയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ എവിടെ നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത്, അല്ലേ? അവിടെയാണ് എന്റെ കാര്യം കിടക്കുന്നത്. സത്യം. കാരണം പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊന്നും പറയാൻ പറ്റില്ല, സാറുമാർക്കൊന്നും പറയാൻ പറ്റില്ല. ശരി, ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ മെയിൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതൊന്നും ടോപ്പിക് ആക്കുന്നില്ല. ഒന്നും കാണാത്ത പോലെ ഇരിക്കുന്നു. അതെ, അറിയാത്തതാണെന്ന് പറഞ്ഞു. എന്നാലും അറിയാത്തതായിരിക്കില്ല. ഈവൻ 5ലും 6ലും പഠിക്കുന്ന പിള്ളേര് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പേജ് ഉണ്ടാക്കിയിട്ട് അതിൽ റീൽ അടിച്ചിറക്കണം. നിങ്ങൾ കാണണം. നമ്മുടെ പേജിൽ ഇന്നലെ ഒരു എന്റെ റീൽ സെക്ഷനിൽ ഒന്ന് ഞാൻ ഒരു കമന്റ് ഇട്ടപ്പോൾ അതിനെതിരെ ഫുള്ള് ഞാൻ മര്യാദയ്ക്ക് ഒരു കമന്റ് ഇട്ടു. അതിന്റെ താഴെ വേറെ അടുത്ത് പോയിരുന്നു പഠിക്കുക എന്നുള്ള കമന്റ് ഇട്ട് അവനെ പൊങ്കാല്. അത് പെമ്പിള്ളേര് അല്ല, നമ്മൾ പറയേണ്ട എന്റെ മെയിൻ ഇൻഫ്ലുവൻസ് ആവുന്ന വഴിയെ പറ്റിയാണ്. മീൻസ് ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ജനറേഷൻ പയ്യെ എന്താ ബിൽഡപ്പായി വരുന്ന അതിന്റെ മെയിൻ ഇൻഫ്ലുവൻസ് ആവുന്ന ഏതൊക്കെയാണ് അതിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഏതാണ്? ഓൺലൈൻ സ്ട്രീമിങ്. പക്കയായിട്ട് ഓൺലൈൻ സ്ട്രീമിങ്. അത് മാത്രമല്ല, ഇപ്പൊ ചീത്ത വിളിച്ചുകൊണ്ട് മാസ് ബിജിഎം കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇറക്കുന്നു. റീൽസ് മാത്രമല്ല, പലതും. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ സ്ട്രീമേഴ്സിനെ കുറ്റം പറയണതല്ല. ഇത് ഈ ചീത്ത വിളിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കൊരു ഇത് വേണമെന്ന് ഞാൻ പറയുള്ളൂ. അത് തീർച്ചയായിട്ടും അത് വേണം. അല്ലാതെ ഈ എന്താ പറയാ ഈ ചീത്ത വിളിക്കുന്നവരെന്തോ ഭയങ്കര വലിയ മാസാണെന്നുള്ളതും തൊട്ടേനും പിടിച്ചതിനും നേരെ കയറി അടിക്കുന്നവരും എല്ലാം മാസാണെന്നും അല്ലാതെ ഒരു കാര്യത്തെ എന്താ നേരായ രീതിയിൽ ഡീൽ ചെയ്യണത് എന്താ പറയാ ഒരു അതിന്റെ സ്വഭാവം, അങ്ങനെ ഒരു സ്വഭാവം എന്നുള്ള രീതി, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് പയ്യെ പിള്ളേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം അതിന്റെ മെയിൻ റീസൺ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എന്താ പറയാ ഈ ചീത്തവിളി ഇതെല്ലാം ഇപ്പൊ നോർമലൈസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം മുതൽ യൂട്യൂബ് വരെയും നമുക്കറിയാമല്ലോ. പല പല സ്ട്രീമേഴ്സ് ആയാലും ഇതെല്ലാം എന്താ പറയാ ഇത് ഇങ്ങനെ പറഞ്ഞത് അവരുടെ സ്ട്രീമിന് മുന്നിൽ 18+ എന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവസാനം കാണുന്നത് ആരൊക്കെ തന്നെയാണ്? പിള്ളേരൊക്കെ തന്നെ. അങ്ങനെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ലല്ലോ. പിള്ളേർക്ക് അങ്ങനെ റെഗുലേഷൻസ് വെക്കാൻ പറ്റില്ല. ഇപ്പം പിന്നെ എന്താ പറയാ ഇവര് ഈ ചീത്തവിളി എല്ലാം ഭയങ്കര നോർമലൈസ് ചെയ്യുന്നു. അതൊക്കെ സത്യം പറഞ്ഞ ഈ പിള്ളേരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ അറിയൂല. ഇനി കുറച്ചു കാലം കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേ അറിയുള്ളൂ. ഇത് നമുക്ക് മെയിൻലി മനസ്സിലാക്കാനുള്ള കാര്യം, എനിക്കറിയില്ല, ഞാൻ ഒരു അധ്യാപകനാവാൻ വേണ്ടി പഠിക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ നമുക്ക് ഈ ഒബ്സർവേഷൻ ആയാലും സ്കൂൾ ഇന്റേൺഷിപ്പിനായാലും ഒക്കെ പോകേണ്ട അവസരങ്ങൾ വരും. അപ്പോഴേ നമ്മൾ ഓരോ സ്കൂളുകളിൽ പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന കൃത്യം ഒരു എന്താ പറയുക 7ലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ ഒക്കെ സ്വഭാവങ്ങൾ പോണ പോക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് 1-2 ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്കത് പറയാൻ പറ്റൂല. ഇല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു മെന്റാലിറ്റി ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കൂടെ കഴിയുമ്പം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോഴേ ഇവര് ഈ കാണുന്ന ഫോൺസിലായാലും സോഷ്യൽ മീഡിയയിലും എല്ലാം എന്താ പറയാ ഇതിനെ അങ്ങ് നോർമലൈസ് ചെയ്ത് ഭയങ്കര എല്ലാം അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലേ ഇപ്പോഴും. അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഇനിയിപ്പോ എന്താ പറയാ കുറച്ചു കാലം കഴിയുമ്പോ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തോതിൽ ഒരു പ്രശ്നം വരും. ഇത് മലപ്പുറത്താണോ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു നഞ്ചക്കടിച്ച് ഒരു കുട്ടിയെ കൊന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കൊന്നത്. അത് ഒരു ചെറിയൊരു ചീത്തവിളി തുടങ്ങിയ പ്രശ്നമാണ്. അത് കൊലപാതകത്തിൽ വരെ എത്തി. അപ്പോഴേ ഇത് അവിടുത്തെ അധ്യാപകർ കണ്ടൊന്ന് സോൾവ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഇന്നാ ചേർക്കാൻ നല്ല രീതിയിൽ ഇപ്പൊ +1 +2 അഡ്മിഷൻ എടുത്ത് നല്ല രീതിയിൽ പഠിച്ചോണ്ടിരുന്നത്. ഇത് ചെറിയൊരു ചീത്തവിളിയിൽ പോട്ടെന്നും പറഞ്ഞ അധ്യാപകർ അങ്ങ് മാറി നിൽക്കുകയാണ്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം 1-2 ഈ ജെൻസി എന്ന് പറഞ്ഞ പിള്ളേര്, അത് ജെൻസി എന്ന് പറയുന്നത് നമ്മൾ ജെൻസികളാണ്. നമ്മൾ 2000-2002 ജനിച്ചവരാണ്. ഇവര് 1-2 ചീത്ത വിളിച്ചിട്ട് പിന്നെ അടുത്ത് ഫ്രണ്ടിൽ നിൽക്കണ ആരാണോ നോക്കുന്നില്ല, അങ്ങ് എടുത്തടിച്ചതും ഓരോന്നും പറയുന്നത്. ഇത് ഇപ്പം ഞാൻ പറയുന്നത് പേരൻസ് ആണ് ഇത് ഫസ്റ്റ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഉറപ്പായിട്ട് അവർക്ക് ഫോൺ കൊടുക്കുന്നു. ഒക്കെ കൊടുത്തോ ഫോൺ. ഇപ്പം എല്ലാവർക്കും ഫോണുണ്ട്. കൊച്ചു പിള്ളേരായാലും ഫോണുണ്ട്. ആ ഫോണിൽ ഇവർ ഫ്രണ്ട്സ് ആയിട്ട് എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാഷ്വൽ ടോക്സ് ആണെന്ന് അവർ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പേരൻസ് ഫസ്റ്റ് അറിയണം. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഫസ്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഈ പിള്ളേർ എന്ത് കാണണ്ടെന്ന് അവരാണ് തീരുമാനിക്കുള്ളത്. റീൽസിലൂടെ ആയിരുന്നാലും പിള്ളേർക്ക് ഇത്തരത്തിലുള്ള മാസം നോക്കുമ്പോൾ റീൽസ് ഒന്നും റീച്ച് ഉണ്ട്, ലൈക്സ് ഉണ്ട്, നല്ല രീതിയിൽ കമന്റ്സ് ഉണ്ട്. അങ്ങനെയാണ് പിള്ളേരും ഇതിൽ എൻഗേജ് ആയി തുടങ്ങുന്നത്. ഇതാണ് ഇപ്പൊ ട്രെൻഡിങ്, ഇതാണ്
ഇപ്പോഴത്തെ ലോകം എന്നും പറഞ്ഞ് പിള്ളേർ അങ്ങ് ചെയ്തു തുടങ്ങും. ഇതിന്റെ മറ്റൊരു ടോപ്പിക് നമ്മൾ സംസാരിക്കുന്ന മെയിൻലി എന്താ, ഇതിനെപ്പറ്റി ആരും സംസാരിക്കാൻ എന്താ പറയാ, ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി. എല്ലാവർക്കും ഈ സംഭവം അറിയാമെങ്കിൽ പോലും ആരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണ്, ഈ കമന്റ്സിൽ വന്ന് ചീത്തവിളി കേൾക്കേണ്ടി വരും. നമുക്കായാലും ചിലപ്പോ ഇപ്പൊ കുറെ കേൾക്കേണ്ടി വന്നെന്ന് വരും. അപ്പൊ അതിന്റെ ഒരു പേടിയാണ് മെയിൻലി എല്ലാരും എന്താ സംസാരിക്കാതെ ഇങ്ങനെ കളയുന്നത്. ഇങ്ങനെ പേടിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മളെ തന്നെ ഈവൻ നമ്മൾ വിത്ത് പ്രൂഫാണ് ഓരോ സഹിതവും വീഡിയോ ചെയ്യുന്നതാണ്. അതിന്റെ താഴെ തന്നെ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ എണ്ണം വന്ന് നമ്മളെ തന്നെ ചീത്തളിയുന്നു. അല്ല എന്തായാലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് ജസ്റ്റ് ഒന്ന് ഇപ്പൊ പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ചേർത്ത് പറയുമ്പോഴേ ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസ് അതുപോലെ സ്ട്രീമേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ കുറെ സ്ട്രീമർ ഫാൻസിന് ഇപ്പം വരും. മനസ്സിലായില്ലേ? നമ്മള് അങ്ങനെ ഒരു സ്ട്രീമേഴ്സിനെ അടിച്ചമർത്തിയല്ല പറയാ, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുപോലും കാണിക്കാൻ നേരെ ചാടി പിടിച്ച് ചീത്ത വിളിക്കാൻ വേണ്ടിയായിരിക്കും കമന്റ് ബോക്സിൽ വരുന്നത്. അതാണ് ഇവന്റെ കണ്ണിൽ ഇപ്പൊ ഒരു മാസം എന്ന് പറയുന്നത്. അതാണ് മനസ്സിലായില്ലേ? തൊട്ടതിനും പിടിച്ചതിനും ചീത്ത പറയാ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, ഇതാണ് മാസം. അല്ലാതെ ഒരു കാര്യത്തെ തന്നെ നേരായ രീതിയിൽ ഡീൽ ചെയ്യാന്നുള്ളത് പാൽക്കുപ്പികളുടെ ഒരു സ്വഭാവം പറയുന്നത്. ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ വിളിച്ചിട്ടുള്ള സ്കൂളിൽ പോയി പട്ടി എന്ന് വിളിക്കും. അത് തന്നെ പേടിച്ചാണ് വിളിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ ഒരിക്കലും അടിച്ചല്ല തീർക്കുന്നത്, നമ്മളൊന്ന് സംസാരിച്ചിരിക്കും. ഇന്ന് ഇപ്പൊ നമ്മളെ സ്കൂൾ വേറെ സ്കൂളും കൂടെ പയ്യന്മാര് ആരനാട് സ്കൂളിൽ തന്നെ നമ്മൾ ചുമ്മാ കയറി വന്നപ്പം പയ്യന്മാര് തമ്മിൽ സംസാരം അത് നമ്മൾ എന്ത് നല്ല രീതിയിലാണ് സംസാരിച്ച് ഡീൽ ചെയ്ത് പോയിട്ടുള്ളത്. ഇന്ന് അവിടെ പഠിക്കണ മിക്ക നമ്മളെ കൂട്ടുകാരന്മാരാ. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം സെറ്റ് ചെയ്യുള്ളത്. അതായത് അവൻ നമ്മൾ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് അവനെ കയറി തിരിച്ചു വിളിച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും പറ്റും. ഒരു പ്രോബ്ലം സോൾവിങ് ആണ് ഒരു മനുഷ്യന് ആദ്യം വേണം. അത് ഈ പിള്ളേർക്ക് ഇപ്പൊ ഇല്ല എന്നുള്ള മറ്റേതാണ് മാസ്. മനസ്സിലായില്ലേ? വിളിച്ചുകൊണ്ട് തുടക്കത്തിലെ അങ്ങ് പ്രശ്നം അങ്ങ് ഈ അടി എന്നൊക്കെ പറയുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ്, ഏറ്റവും വെരി ലാസ്റ്റത്തെ ഓപ്ഷൻ. ഒരു രക്ഷയില്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കാലത്തായാലും ഒക്കെ അടിയിലേക്ക് കാര്യങ്ങൾ പോണത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഫസ്റ്റിലെ കയറി അങ്ങ് പ്രശ്നമുണ്ടായി. പെൺപിള്ളേരുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. പെൺകുട്ടികളും ഇപ്പം ഇതുപോലെ റീൽസ് പേജ് ഉണ്ടാക്കി ഫുൾ ചിത്തകളിയും കാര്യങ്ങളായിട്ടൊക്കെയാണ്. ഇപ്പൊ ആരും പുണ്യാളന്മാരല്ല. ഇന്നത്തെ കാലത്തുള്ള എല്ലാ പിള്ളേരുടെ കാര്യം തന്നെ പറയാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഒബ്സർവേഷൻ ആയാലും എന്തിനൊക്കെ ഇന്റേൺഷിപ്പിനായാലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയാലും ഒക്കെ കുറെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിള്ളേരിങ്ങനെ നമുക്ക് തിരിച്ചു പറയാനും പറ്റില്ല. പിള്ളേർ പടയോടെ ഇറങ്ങി വരും. എന്തെങ്കിലും പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. ഫുൾ സിസ്റ്റം അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാ തരത്തിലും. അത് തന്നെ ആ ചെറുക്കനെ കൊന്ന കേസിൽ തന്നെ വിത്ത് പ്രൊട്ടക്ഷനോടെയാണ് അവന് പരീക്ഷയ്ക്ക് കൊണ്ടുപോയത് പിള്ളേരെ. അല്ല ഇത് അങ്ങനെയല്ല. മീൻസ് നമുക്ക് എന്താ പറയാ, നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അധ്യാപകർക്കാണെങ്കിൽ പോലും. കാരണം അവർക്ക് എന്താ, അവരുടെ ജോലിയല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി ആയി നോക്കേണ്ടി വരിക. കാരണം ചിന്തിച്ചു നോക്കുക, ചിലപ്പോ അവരുടെ ഒരു ശമ്പളത്തിലായിരിക്കും ഒരു കുടുംബം തന്നെ ചിലപ്പം പോകുന്നത്. അപ്പം എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ് ചിലപ്പം ഭയങ്കര കോംപ്ലിക്കേഷൻസ് എത്തി അവസാനം അധ്യാപകനെ ചിലപ്പം വല്ല പണിയും കിട്ടത്തുള്ളൂ. അത് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഇത്ര നിരവധി ഇതാണ് പോക്സോ കേസ് പോയിട്ടുള്ളത് സ്കൂൾ അധ്യാപകർക്ക്. ആ കേസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെയാണ് ഇത്. പിള്ളേർക്ക് ഇപ്പൊ എന്തോ ഈ ഒരു സംഭവം ഭയങ്കര റിയലൈസ് ചെയ്ത് പോവാണ്. ഇത് ഇനി വീട്ടിൽ വളർന്നു വന്ന സാഹചര്യമാണോന്ന് അറിയാൻ പറ്റും. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. പണ്ടാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ ഫോണ് കാര്യങ്ങളും. ഇന്ന് എല്ലാത്തിന്റെ കയ്യിൽ ഫോണ് നമ്മുടെ കാലത്ത് ഉണ്ട്. പക്ഷെ അതല്ലല്ലോ ഇപ്പോഴത്തെ. പക്ഷെ ഇപ്പോഴാണ് ഈ ടോക്സിസിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് മെയിൻലി റീൽസിൽ കൂടിയാണ്. അല്ല ഈ ടോക്സിസിറ്റി തന്നെ നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത്. അതാണ് മെയിൻ പ്രശ്നം. നമ്മുടെ കാലത്ത് ഫോണുകളായാലും എല്ലാ പരിപാടികളും ഉണ്ട്. ഇൻസ്റ്റയായാലും ഒക്കെ അത്യാവശ്യം ഒന്ന് കയറി വരുന്ന സമയത്താണ് നമ്മുടെ ജനറേഷൻ എന്ന് പറയാം. ബട്ട് സ്റ്റിൽ പറഞ്ഞ പോലെ ഈ ടോക്സിസിറ്റിയെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ആരും മനസ്സിലാക്കി. ഇത് ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് പേടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ പലരും ഇത് വാ തുറക്കുന്നില്ല. ഈവൻ എനിക്ക് ഇത് ഏതെങ്കിലും സ്ട്രീമേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവര് പറയുമ്പോൾ കുറച്ചും കൂടെ അവർ അക്സെപ്റ്റ് ചെയ്യും. ഉറപ്പായും പറയണം. പ്രത്യേകിച്ച് നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് വെച്ച് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒബ്സർവേഷന് സ്കൂളുകളിൽ പോകുമ്പോഴായപ്പോലും നമ്മൾ അവിടെ പോയി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ എന്താ ഒരു ഗ്രാവിറ്റി എത്രത്തോളം എന്ന് മനസ്സിലാവത്തുള്ളൂ. കാരണം എല്ലാരും ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോകും ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ഇപ്പോഴേ ആ ഒരു അവയർനെസ് കൊണ്ടുവരണമെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അതിന് എന്താ പറയുക, സ്ട്രീമേഴ്സ് ആയാലും ഈ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും അതിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഒരു
ചെയ്യണമെന്നുള്ളതാണ്. അല്ലാതെ അല്ലെങ്കിൽ കൈവിട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ കാര്യം. നമ്മൾ ഇതിനെ പറ്റി തുറക്കുമ്പോൾ നമ്മള് മൊണ്ണകളാവും, പാൽക്കുപ്പികളാവും, നമുക്കെതിരെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വരെ അച്ഛനും അമ്മയ്ക്കും വിളി കമന്റ് ബോക്സിൽ വരും. ഇതൊന്നും നമ്മളെ ഏറായ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു 4 മുതൽ ഒരു അങ്ങോട്ടുള്ള ക്ലാസ്സിലെ പിള്ളേര് വായി പറഞ്ഞ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് വയ്ക്കുക. അപ്പൊ അടുത്ത